إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره الكافرون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അവന്റെ കൽപ്പനകൾക്ക് കീഴൊതുങ്ങി തന്റെ ഇഷ്ടത്തെക്കാൾ അവന്റെ ഇഷ്ടത്തിന് മുൻഗണന നൽകി ഈ ജീവിതം തിട്ടപ്പെടുത്തണമേ എന്ന് ആദ്യമായി തന്നെ ഓർമ്മപ്പെടുത്തട്ടെ. റമളാൻ ഇതാ നമ്മുടെ പടിവാതിൽക്കൽ എത്തിയിരിക്കുകയാണ്. വീട്ടിനകത്തേക്ക് കയറ്റിയിരുത്താനുള്ള തൗഫീഖ് നമുക്ക് ലഭിക്കുമോ ഇല്ലേ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാൻ മുഴുവനായി അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് അനുസരിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകുമാറാവട്ടെ. നമ്മുടെ മുൻഗാമികൾ സലഫു സ്വാലിഹീങ്ങൾ റമളാനിന് 6 മാസം മുമ്പേ തന്നെ റമളാനിലേക്ക് എത്താനുള്ള തൗഫീഖ് അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കാറുണ്ടായിരുന്നു. റമളാൻ കഴിഞ്ഞാൽ റമളാനിലെ ഇബാദത്തുകൾ സ്വീകരിക്കാനായി ശേഷം 6 മാസക്കാലം അവർ ദുആ ചെയ്യാറുണ്ടായിരുന്നു. സഹോദരങ്ങളെ, വരുന്ന മാസം റമളാൻ, അതിന്റെ പവിത്രത, അതിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് അറിയാത്ത ഒരാൾ എങ്ങനെയാണ് അവൻ അതിന് പവിത്രത കൽപ്പിക്കാൻ സാധിക്കുക? ഏതൊരു കാര്യവും ഏതൊരു വസ്തുവും അതിന്റെ ശ്രേഷ്ഠത എന്തെന്ന് അറിഞ്ഞ ഒരാൾക്ക് മാത്രമേ ആ പവിത്രത കൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് പോലും അങ്ങനെയാണ്. റമളാനിന്റെ ശ്രേഷ്ഠത എത്രത്തോളം നാം അറിഞ്ഞിട്ടുണ്ട്? റമളാൻ തുടങ്ങുന്നതിന് മുമ്പ് ആ ഒരു ഓർമ്മ പുതുക്കൽ അത്യന്താപേക്ഷിതമാണ്. റമളാനിന്റെ ശ്രേഷ്ഠതയായി പണ്ഡിതന്മാർ ഒന്നാമതായി എണ്ണിയ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയ മാസം റമളാൻ മാത്രമാണ് എന്നതാണ്. മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് നോമ്പ് നിർബന്ധം അത് റമളാനിൽ മാത്രമാണ്. റമളാനിനോട്, ആ മാസത്തിന് അല്ലാഹുവിന്റെ ഇഷ്ടം ഉള്ള മാസമാണത് എന്ന് അറിയിക്കുന്നുണ്ട് ഈ കാര്യം. അതുകൊണ്ട് തന്നെ റമളാൻ മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് ഈ ഒരു ശ്രേഷ്ഠത ഉള്ള മാസമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ബുനിയൽ ഇസ്ലാമു അലാ ഖംസ്, ഇസ്ലാം നിർമ്മിതമായിട്ടുള്ളത് പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ കൊണ്ടാണ്. അതിൽ സൗമു റമളാൻ, റമളാൻ മാസത്തിലെ നോമ്പ് അതിൽ പ്രത്യേകം എണ്ണി പറയുകയുണ്ടായി. റമളാനിന്റെ ശ്രേഷ്ഠതയായി രണ്ടാമത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം അല്ലാഹുവിന്റെ കിതാബ്, അല്ലാഹുവിന്റെ കലാം അൽ ഖുർആനുൽ കരീം അവതരിച്ചു എന്നതാണ്. അല്ലാഹു പറഞ്ഞില്ലേ, ശഹ്റു റമളാൻ, റമളാൻ മാസം, ഉൻസില ഫീഹിൽ ഖുർആൻ, ആ മാസത്തിലാണ് ഖുർആൻ അവതീർണമായത്. മൂന്നാമതായി ഹദീസുകളിൽ റമളാനിന്റെ ശ്രേഷ്ഠതയായി നമുക്ക് കാണാം 2 റമളാനുകൾക്കിടയിലുള്ള ചെറു പാപങ്ങൾ. ശരിയാം വിധം 2 റമളാനിലും ഒരാൾ നോമ്പ് നോറ്റാൽ അതിനിടയിൽ സംഭവിച്ചു പോയ ചെറു പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നത്. അതായത് കഴിഞ്ഞ റമളാൻ
അതിന്റെ ഷർത്തോടുകൂടെയും റുക്കിനോടുകൂടെയും യഥാവിധി നോമ്പ് നോറ്റ ഒരാൾ ഈ റമളാനിലും അതുപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വർഷക്കാലത്തെ അവന്റെ ചെറുപാപങ്ങൾ പൊറുക്കപ്പെടുമെന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലവാത്തുൽ ഖംസ്, 5 നേരത്തെ നിസ്കാരം, വൽ ജുമുഅതു ഇലൽ ജുമുഅ, ഒരു ജുമുഅ അടുത്ത ജുമുഅ വരെ, അതുപോലെ തന്നെ റമളാനു ഇലാ റമളാൻ, ഒരു റമളാൻ തൊട്ടടുത്ത റമളാൻ വരെ, മുകഫിറാത്തുൻ മാ ബൈനഹുൻ, ഇതിനിടയിൽ സംഭവിച്ചു പോയ ചെറുപാപങ്ങൾക്ക് പരിഹാരമാണ്. ഇദജ്തനബൽ കബായിർ, വൻ പാപങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ. എന്താണ് ഒരു കണ്ടീഷൻ? വൻ പാപങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ അതിനിടയിൽ സംഭവിച്ച ചെറുപാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു കൊടുക്കും. 5 നേരത്തെ നിസ്കാരം, ഉദാഹരണത്തിന് ഇന്ന് സുബ്ഹ് മുതൽ ളുഹർ വരെയുള്ള സമയത്തിനിടയിൽ സംഭവിച്ചു പോയ ചെറുപാപങ്ങൾ നമ്മുടെ സുബ്ഹും ളുഹറും യഥാവിധി നിർവഹിച്ചാൽ പൊറുക്കപ്പെടുന്നതാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ജുമുഅ മുതൽ ഈ ജുമുഅ വരെയുള്ള നമ്മുടെ ചെറുപാപങ്ങൾ പൊറുക്കപ്പെടും. കഴിഞ്ഞ ജുമുഅയും ഈ ജുമുഅയും സുന്നത്തിനോട് അനുസരിച്ചാണ് നാം അമൽ ചെയ്തിട്ടുള്ളതെങ്കിൽ. ഇതുപോലെ തന്നെ റമളാനിന്റെ കാര്യവും, കഴിഞ്ഞ റമളാനും ഈ റമളാനിലൂടെയുള്ള പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. പ്രത്യേകം വൻ പാപങ്ങൾ ഒഴിവാക്കിയാൽ എന്ന് പറഞ്ഞു. കാരണം വൻ പാപങ്ങൾ അത് തൗബ കൊണ്ട് മാത്രമേ മാഞ്ഞു പോവുകയുള്ളൂ. പണ്ഡിതന്മാർ വൻ പാപങ്ങളെ തിരിച്ചറിയാൻ ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഖുർആനും ഹദീസും അടിസ്ഥാനമാക്കി. വൻ പാപങ്ങൾ പ്രത്യേകം വേർതിരിച്ചു മനസ്സിലാക്കുന്നത് ചെറുതിനെ നിസ്സാരമാക്കാനല്ല, മറിച്ച് ഈ ഒരു വേർതിരിവ് പ്രത്യേകം ഖുർആനിൽ വന്നിട്ടുണ്ട്. വൻ പാപങ്ങൾ ചെയ്താൽ പ്രത്യേകം ഇന്ന കാര്യങ്ങൾ, അതിനുശേഷം വരുന്ന വിധികൾ അത് നിലവിലുണ്ട്. അത് വേർതിരിച്ചു മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് നാം പ്രത്യേകം പറയുന്നത്. വൻപാപങ്ങൾ പ്രത്യേകം മനസ്സിലാക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് അത് കബായിർ, വൻപാപങ്ങൾ അല്ലെങ്കിൽ കബീറത്ത് എന്ന് തന്നെ പ്രത്യേകം പരാമർശിക്കും. ഖുർആനിലോ അല്ലെങ്കിൽ ഹദീസിലോ പണ്ഡിതന്മാരുടെ ഇജ്മാഇലോ പ്രത്യേകം ഇതുപോലെ തന്നെ പരാമർശിക്കും. വൻപാപം എന്ന് തന്നെ എടുത്തു പറയും. അല്ലെങ്കിൽ മഹാപാപം എന്നോണം അതിനെ വിവരിക്കും, അല്ലെങ്കിൽ വിശേഷിപ്പിക്കും. അല്ലെങ്കിൽ കഠിനമായ ശിക്ഷയുണ്ട് എന്ന് അറിയിച്ച കാര്യങ്ങൾ, പ്രത്യേകം കഠിനമായ ശിക്ഷയുണ്ടെന്ന് അറിയിച്ച കാര്യങ്ങൾ വൻപാപത്തിലാണ് പെടുക. അതുപോലെ തന്നെ ദുനിയാവിൽ തന്നെ ശിക്ഷ നടപ്പാക്കും. ഹദ്ദുണ്ട് എന്ന് പറഞ്ഞ കാര്യങ്ങൾ, മോഷ്ടിച്ചാൽ അല്ലെങ്കിൽ മദ്യപിച്ചാൽ ഇത്ര ചാട്ടവാറടിയുണ്ട് എന്നിങ്ങനെ ദുനിയാവിൽ തന്നെ ശിക്ഷയുണ്ടെന്ന ഒരു കാര്യത്തെ സംബന്ധിച്ച് വിധി വന്നിട്ടുണ്ടെങ്കിൽ അത് വൻപാപത്തിലാണ് ഉൾപ്പെടുക. അല്ലെങ്കിൽ ശക്തമായ ആക്ഷേപ ശൈലിയോടെ അത് ചെയ്യുന്ന ആളെ പരാമർശിച്ചാൽ, ഇന്ന കാര്യം ചെയ്യുന്ന ആൾ, ആ ആളെ അതിനുശേഷം ആയത്തിലോ ഹദീസിലോ ശക്തമായ ആക്ഷേപത്തോടു കൂടി പരാമർശിച്ചാൽ ആ കാര്യവും വൻപാപമാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇന്ന കാര്യം ചെയ്യുന്ന ആൾ ശപിക്കപ്പെട്ടവനാണ്, ഇന്ന കാര്യം ചെയ്താൽ അള്ളാഹുവിന്റെ ശാപമുണ്ട് എന്ന് പ്രത്യേകം ലഅനത്ത്, ശാപം പരാമർശിക്കപ്പെട്ടാൽ ഏതൊരു കാര്യത്തിലാണോ പരാമർശിക്കപ്പെട്ടത് ആ കാര്യം അതും വൻപാപത്തിലാണ് പെടുക എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ വൻപാപങ്ങൾ സംഭവിക്കാതെ നോക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. ചെറുപാപങ്ങൾ ഒരുപക്ഷെ സംഭവിച്ചു പോയേക്കാം, എന്നാൽ വൻപാപങ്ങൾ പ്രത്യേകം അതിനെ തൊട്ട് സൂക്ഷിക്കണമേ എന്ന് അള്ളാഹു പ്രത്യേകം കൽപ്പിച്ച കാര്യമാണ്. നാലാമതായി റമളാനിന്റെ ശ്രേഷ്ഠതയായി അല്ലെങ്കിൽ നോമ്പിന്റെ ശ്രേഷ്ഠതയായി നമുക്ക് ഹദീസിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം അത് മഗ്ഫിറത്തിന് കാരണമാകുമെന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബ, ആരെങ്കിലും റമളാനിൽ ഈമാനോടും ഇഹ്തിസാബോടും കൂടി നോമ്പ് നോറ്റാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്, മഗ്ഫിറത്ത് നൽകപ്പെടുന്നതാണ്. എന്താണ് മഗ്ഫിറത്ത്? അല്ലാഹു അതിന്റെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കും. 2 കാര്യങ്ങൾ പ്രത്യേകം പറഞ്ഞു, ഈമാനൻ വഹ്തിസാബൻ, ഈമാനോട് കൂടിയും ഇഹ്തിസാബോട് കൂടിയുമായിരിക്കണം നമ്മുടെ നോമ്പ്. ഈമാൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന അറിവോടുകൂടി സത്യപ്പെടുത്തിക്കൊണ്ട് നോമ്പ് നോൽക്കുക. ഇഹ്തിസാബ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൽ നിന്നുള്ള പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് നോമ്പ് നോൽക്കുക. ഈ 2 കാര്യങ്ങളോടുകൂടെ ചെയ്താൽ കഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് പ്രത്യേകം ഹദീസുകളിൽ വന്നതായി കാണാം. സഹോദരന്മാരെ, നമ്മുടെ ഏതൊരു അമലും നാം പൊതുവെ അശ്രദ്ധമാകുന്ന ഒരു കാര്യമാണ് പ്രതിഫലം പ്രതീക്ഷിക്കുക എന്നത്. നിസ്കാരമാണെങ്കിലും മറ്റേത് കാര്യമാണെങ്കിലും ഒരുപാട് നാം അമലുകൾ ചെയ്യുന്നുണ്ടാകും. എന്നാൽ ആ അമൽ ചെയ്യുന്നതിന് മുമ്പ് അതിന് നമ്മെ ഉന്മേഷഭരിതരാക്കുന്ന, അതിന് നമ്മെ സഹായിക്കുന്ന ഒരു കാര്യമാണ്, ഈ കാര്യം ചെയ്താൽ റബ്ബിന്റെ അടുക്കൽ നിന്ന് എനിക്ക്
പ്രതിഫലം കിട്ടുമെന്ന പ്രതീക്ഷ. അതുപോലെ തന്നെ അമലുകൾ ചെയ്യാൻ സഹായകമാകുന്ന കാര്യമാണ്. ഇത് ഞാൻ ഒഴിവാക്കിയാൽ, ഹറാമുകളാണെങ്കിൽ ഇത് ഞാൻ ഒഴിവാക്കിയാൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ശിക്ഷ, അതിനെ സംബന്ധിച്ചുള്ള ഭയം, ഇത് രണ്ടും നമ്മളെ മടിയിൽ നിന്നും അലസതയിൽ നിന്നും മാറിക്കൊണ്ട് ഇബാദത്തിലേക്ക് മുൻകടക്കാൻ സഹായിക്കുന്ന കാര്യമാണ്. ഏതൊരു അമലും അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുക. എത്ര ആയത്തുകളിലാണ് സ്വർഗം പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. സഹോദര, നീ അത് കൊതിക്കാൻ, അതിനുവേണ്ടി പണിയെടുക്കാൻ, അല്ലാതെ മറ്റെന്താണ് ആ ആയത്തുകളുടെ പിന്നിലെ ഉദ്ദേശം? എത്ര തവണയാണ് ആവർത്തിച്ച് നരകത്തിന്റെ ഭയാനകതയെ സംബന്ധിച്ച് അള്ളാഹു താക്കീത് ചെയ്തിട്ടുള്ളത്. സഹോദര, അതിൽ നിന്ന് അകലാനുള്ള പണിയെടുക്കാൻ, നന്മകളിൽ മുന്നേറാൻ, ആ അവസ്ഥയിൽ നിന്ന് രക്ഷ ചോദിക്കാൻ, ഇതല്ലാതെ മറ്റെന്തുദ്ദേശമാണ് ഈ ആയത്തുകൾക്കുള്ളത്? അതുകൊണ്ട് പ്രതിഫലം, അള്ളാഹുവിന്റെ ഏറ്റവും വലിയ നിഅമത്തായ പ്രതിഫലം അല്ലെങ്കിൽ സ്വർഗം പ്രതീക്ഷിക്കുക, നരകം അതിനെ സംബന്ധിച്ച് ഭയക്കുക. നമ്മുടെ ഏതൊരു അമലിലും ഈ രണ്ട് കാര്യങ്ങൾ കൂടെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അഞ്ചാമതായി റമളാൻ അല്ലെങ്കിൽ നോമ്പിന്റെ ശ്രേഷ്ഠതയായിക്കൊണ്ട് ഹദീസുകളിൽ വന്നതായി കാണാം, സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടും, നരക കവാടങ്ങൾ അടക്കപ്പെടും, പിശാചുക്കൾ ബന്ധനസ്ഥരാക്കപ്പെടും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇദാ ദഖല ശഹ്റു റമളാൻ, റമളാൻ മാസം ആഗതമായാൽ ഫുത്തിഹത് അബ്വാബുസ് സമാ, ആകാശവാതിലുകൾ തുറക്കപ്പെടും, വഗുല്ലിഖത് അബ്വാബു ജഹന്നം, നരകവാതിലുകൾ അടക്കപ്പെടും, വസുൽസിലത്തി ശയാതീൻ, ശൈത്താൻമാർ ബന്ധനസ്ഥരാക്കപ്പെടും. ഇവിടെ അവസാനത്തെ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുക, ശൈത്താൻമാർ ബന്ധനസ്ഥരാക്കപ്പെടും. നമ്മുടെ നേർ കണ്ണുകൊണ്ട് നാം അനുഭവിക്കുന്ന കാര്യമാണിത്. ആളുകളിലെ ഇബാദത്തിലെ വർധനവ് റമളാനിൽ പ്രത്യേകം നാം കണ്ണുകൊണ്ട് കാണുന്ന കാര്യമാണിത്. എന്താണിത് സഹോദരങ്ങളെ അറിയിക്കുന്നത്? റമളാൻ അല്ലാത്ത മാസങ്ങളിൽ ശൈത്താൻ നമ്മിൽ പലരെയും അശ്രദ്ധയിലാക്കിയിട്ടുണ്ട്. അല്ലാഹുവിലേക്കുള്ള നമ്മുടെ ഈ വഴിയിൽ തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നതല്ല യാഥാർത്ഥ്യം. റമളാനിൽ മാത്രം ഇബാദത്തിന് ഉന്മേഷം ലഭിക്കുന്ന ഒരാളാണ് നാമെങ്കിൽ, റമളാനിന് പുറമെയുള്ള മാസങ്ങളിൽ പിശാച് നമ്മെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട് എന്നതല്ലേ ഇത് അറിയിക്കുന്നത്? അല്ലാഹു പറഞ്ഞില്ലേ, ഇന്ന ശൈത്താന ലക്കും അദു, പിശാച് നിങ്ങൾക്ക് അദുവാണ്, ശത്രുവാണ്. ഫത്തഖിദൂഹു അദുവ, അതുകൊണ്ട് ശത്രുവായി തന്നെ അവനെ നിങ്ങൾ കണക്കാക്കണമേ, അവനെ സ്വീകരിക്കണമേ. ശത്രുവാണെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചില്ല, ശത്രുവായി തന്നെ കണക്കാക്കുക. സഹോദര, നിന്നോട് കഠിന ശത്രുത പുലർത്തുന്ന ഒരു മനുഷ്യൻ, അങ്ങേയറ്റം ശത്രുത പുലർത്തുന്ന ഒരു മനുഷ്യൻ തന്നെ ഉണ്ടെന്ന് നീ സങ്കല്പിക്കുക. അവനെ തൊട്ട് നീ ജാഗരൂകനാകില്ലേ? സദാസമയവും അവൻ നിന്നെ ആക്രമിക്കാനോ മറ്റോ തുനിയുമോ എന്ന ഭയം നിനക്കുണ്ടാവുകയില്ലേ? എന്നാൽ അള്ളാഹു അറിയിച്ച ഈ പരമസത്യത്തിന്റെ കാര്യത്തിൽ നിന്നെ അശ്രദ്ധനാക്കുന്നത് എന്താണ്? സഹോദരന്മാരെ, പിശാച് ഏത് കാര്യത്തിലാണ്, എങ്ങനെയാണ് നമ്മെ പേപ്പിക്കുന്നതെന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. പല ആളുകളെയും പല തരത്തിലായിരിക്കും. അതുകൊണ്ട് മുൻഗാമികൾ പറഞ്ഞതായി കാണാം, എങ്ങനെയാണ് പിശാച് നിന്നെ ഹറാമിലേക്ക് എത്തിക്കുന്നത്, ഏത് തന്ത്രമാണ് വിനിയോഗിക്കുന്നത് എന്ന് നീ പ്രത്യേകം മനസ്സിലാക്കുക. അനുഭവത്തിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യമാണ്. അള്ളാഹുവിനോട് സഹായം ചോദിക്കുക, ഇസ്തിആദത്ത് തേടുക, അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുക. ഇതാണ് അതിനുള്ള പരിഹാരം. മറ്റൊരു ശ്രേഷ്ഠതയായിക്കൊണ്ട് ഹദീസുകളിൽ കാണാം, ഈ മാസത്തിലെ ഉംറ അത് പ്രതിഫലത്തിൽ ഹജ്ജിന് തുല്യമാണ് എന്നത്. റമളാൻ മാസത്തിലെ ഉംറ തഅദിലു ഹജ്ജതൻ, ഹജ്ജിന് സമാനമാണ് അതിലെ പ്രതിഫലം. അതുകൊണ്ട് സാധ്യമാകുന്നവർ ഉംറ നിർവഹിക്കാൻ പരിശ്രമിക്കുക. ഇതിനർത്ഥം അല്ലാഹു നിർബന്ധമാക്കിയ ഹജ്ജ് നമ്മിൽ നിന്നും ആ ബാധ്യത ഒഴിഞ്ഞു എന്നല്ല, മറിച്ച് പ്രതിഫലത്തിൽ അതിനോട് സമമാണ്. അത്രയും വലിയ പ്രതിഫലമാണ് റമളാനിലെ ഉംറക്ക്. എന്നാൽ ഹജ്ജ് ആ ബാധ്യത വീടാൻ അങ്ങനെ തന്നെ നിർവഹിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, ഖുർആൻ പാരായണം പ്രത്യേകം വർദ്ധിപ്പിക്കേണ്ട മാസമാണ്. ഇമാം അസ്സുഹരി അദ്ദേഹം പറഞ്ഞതായി കാണാം, ഇദാ ദഖല റമളാൻ, റമളാൻ ആഗതമായാൽ ഇന്നമാ ഹുവ ഖിറാഅത്തുൽ ഖുർആനി വ ഇത്ആമുത് തആം, എന്ന് വെച്ചാൽ റമളാൻ അത് ഖുർആൻ പാരായണവും ഭക്ഷണം നൽകലും സാധുക്കളെ ഭക്ഷിപ്പിക്കലും ഖുർആൻ പാരായണവും, ഇതാണ് റമളാൻ എന്ന് വെച്ചാൽ അതിനാണ് കൂടുതൽ പ്രാധാന്യം, മുൻഗണന എന്ന് മുൻഗാമികൾ പറഞ്ഞതായി കാണാം.
അതുകൊണ്ട് ഖുർആൻ പാരായണത്തിന്റെ കാര്യത്തിൽ, പ്രത്യേകിച്ചും അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്യുന്ന കാര്യത്തിൽ പ്രിയപ്പെട്ടവരെ അശ്രദ്ധയിലായിക്കൂടാ. നോക്കൂ, സ്വഹാബികളിലെ സാധാരണക്കാരിയായ ഒരു സ്ത്രീ, അവർ പോലും ഖുർആൻ അർത്ഥമറിഞ്ഞായിരുന്നു പാരായണം ചെയ്യാറുള്ളത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നിട്ട് ഒരു സ്ത്രീ പറയുന്നുണ്ട്, ഇന്ന സ്ത്രീകളെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചതായി നിങ്ങൾ പറഞ്ഞല്ലോ. ഖുർആൻ ഒരു പുറം മുതൽ മറുപുറം വരെ ഞാൻ പാരായണം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ഞാൻ അതിൽ കണ്ടിട്ടില്ല. ഇന്ന സ്ത്രീകളെ ശപിച്ചു എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. കാരണത്താലാണ് ഈ സ്ത്രീ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നത്. ഖുർആൻ മുഴുവൻ ഞാൻ പാരായണം ചെയ്തിട്ടുണ്ട്, ഈ പറഞ്ഞ കാര്യം ഞാൻ കണ്ടിട്ടില്ല. ഇബ്നു മസ്ഊദ് അവരോട് തിരിച്ചു പറഞ്ഞു, ഇദാ അതാകുമുർ റസൂലു ഫഖുദൂഹു, അല്ലാഹുവിന്റെ റസൂൽ എന്തു കാര്യം കൊണ്ടുവന്നോ അത് നീ സ്വീകരിച്ചു കൊള്ളുക. വമാ നഹാകും അൻഹു ഫൻതഹു, എന്തെല്ലാം കാര്യങ്ങളെ തൊട്ട് വിലക്കിയോ അത് നീ വർജിച്ചു കൊള്ളുക എന്ന ഖുർആനിലെ ആയത്ത് നീ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഹദീസിലേക്ക് വിരൽ ചൂണ്ടുന്ന ഈ ആയത്ത് അത് പരാമർശിച്ച ശേഷം ഇബ്നു മസ്ഊദ് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന സ്ത്രീകളെ ശപിച്ചിട്ടുണ്ട് എന്ന ഹദീസ് പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെ നമ്മുടെ വിഷയം ആ സ്ത്രീ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് ഉറ്റാലോചിച്ചു നോക്കൂ. ഖുർആൻ ഒരു പുറം മുതൽ മറുപുറം വരെ ഞാൻ പാരായണം ചെയ്തിട്ടുണ്ട്. അർത്ഥം മനസ്സിലാക്കാതെയുള്ള ഓത്താണോ? അല്ല, ഒരിക്കലുമല്ല. അങ്ങനെയാണെങ്കിൽ ആ സ്ത്രീക്ക് അത് പറയാനുള്ള നിർവാഹമില്ല. വെറും ഒരു ഓത്തായിരുന്നുവെങ്കിൽ. മാത്രമല്ല, ഇബ്നു മസ്ഊദ് തിരിച്ചു ചോദിക്കുക പോലും ചെയ്തില്ല. അർത്ഥമറിഞ്ഞാണ് ഓതിയത്, അർത്ഥം മനസ്സിലാക്കിയാണ് ഓതിയത്. അപ്പോൾ അർത്ഥമറിഞ്ഞായിരുന്നു അവർ പാരായണം ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ഖുർആൻ പാരായണം അർത്ഥമറിഞ്ഞ് പഠിക്കാൻ ഒരു സമയം നാം കണ്ടെത്തുക. അതിലാണ് നമ്മുടെ ഖുർആനിന്റെ ആസ്വാദനം നിലനിൽക്കുന്നത്, ഈമാൻ വർധനവിന് കാരണമാകുന്നത്. അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രത്യേകം അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളിൽ വന്ന കാര്യം, അത്തായം അത് കഴിക്കുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസഹറു, നിങ്ങൾ അത്തായം കഴിക്കുക. ഫഇന്ന ഫിസ് സഹൂരി ബറക, നിശ്ചയം അതിൽ ബർക്കത്തുണ്ട്. പ്രത്യേകം ബർക്കത്തുണ്ടെന്ന് ഹദീസുകളിൽ വന്ന വിഷയമാണ്. അതുപോലെ തന്നെ അത് വൈകിക്കൽ, സുബ്ഹ് ബാങ്കിന് മുമ്പായി, ബാങ്ക് കൊടുക്കാൻ കാത്തു നിൽക്കാനല്ല, മറിച്ച് അതിന് തൊട്ടു മുമ്പായി, അല്ലെങ്കിൽ ഹദീസിൽ പരാമർശിക്കപ്പെട്ട സമയം, ആ സമയത്തിന് മുമ്പായി കഴിക്കൽ സുന്നത്താണ്. സ്വഹാബികൾ എത്രയായിരുന്നു ആ സമയം എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അത്തായത്തിനും സുബ്ഹ് നിസ്കാരത്തിനും ഇടയിലുള്ള സമയം ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞതായി കാണാം, ഖദ്റു 50 ഔ 60 ആയ, 50 അല്ലെങ്കിൽ 60 ആയത്തുകളുടെ ദൈർഘ്യം. നോക്കൂ, സ്വഹാബികൾ അവർ ദൈർഘ്യം, സമയത്തിന്റെ കണക്ക് പോലും പറയുന്നത് ഖുർആൻ ഉദാഹരിച്ചുകൊണ്ടാണ്. 50 60 ആയത്ത് ഖുർആനുമായുള്ള അവരുടെ ബന്ധമാണ് ഇത് അറിയിക്കുന്നത്. മിനിറ്റുകളിലല്ലാതെ മറ്റൊരു രൂപത്തിൽ സമയദൈർഘ്യം പറഞ്ഞുതാ എന്ന് നമ്മോട് പറഞ്ഞാൽ, സഹോദര, എന്തായിരിക്കും നമുക്ക് പറയാനുണ്ടാവുക? എന്തുദാഹരണത്തിലൂടെയാണ് നാം പറഞ്ഞു കൊടുക്കുക? ഇന്ന ഭക്ഷണം കഴിക്കാനുള്ള സമയമെന്നോ? സ്വഹാബികൾ ഖുർആനിന് കൊടുത്തിരുന്ന പ്രാധാന്യം, അവർ എത്രത്തോളം അത് നെഞ്ചേറ്റിയിരുന്നു എന്ന് അറിയിക്കുന്നുണ്ട് അവരുടെ ഈ ഒരു ഉദാഹരിക്കൽ പോലും. 50 60 ആയത്തുകൾ അതിനുള്ള സമയമായിരുന്നു ഇതിനിടയിൽ ഉണ്ടാവാറുള്ളത് എന്ന് പറഞ്ഞതായി കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂലിന്റെ സുന്നത്തുകൾ യഥാവിധി പഠിക്കാനും അതനുസരിച്ച് വരുന്ന റമളാനിലും തുടർന്ന് അങ്ങോട്ടും അമൽ ചെയ്യാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് وعلى آله وأصحابه أجمعين ومن تبعهم بإحسان إلى يوم الدين. സഹോദരന്മാരെ, ബുദ്ധിയുള്ള ആളുകൾ ഏറെ ശ്രദ്ധ പുലർത്തുന്ന ഒരു കാര്യമാണ് താൻ വെള്ളം നിറയ്ക്കുന്നത് ഒരു ഓട്ടപാത്രത്തിലല്ല എന്ന് ഉറപ്പുവരുത്തൽ. ഇതേ കാര്യം തന്നെയാണ് ഇബാദത്തുകളുടെ കാര്യത്തിലും ശ്രദ്ധ പുലർത്തേണ്ടത്. പ്രതിഫലം കുറഞ്ഞു പോകുന്ന, അല്ലെങ്കിൽ നോമ്പിനെ ബാത്തിലാക്കിയേക്കാവുന്ന, അല്ലെങ്കിൽ അതിന്റെ പ്രതിഫലത്തെ കുറയ്ക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ബുദ്ധിയുള്ള മുഅ്മിൻ പരിശ്രമിക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിച്ചു പഠിക്കേണ്ടതുണ്ട്. നോമ്പിന്റെ വിധിവിലക്കുകൾ പഠിക്കുന്ന മജ്ലിസുകളിൽ പോയിരുന്ന് പഠിക്കുക. ചുറ്റുവട്ടത്തും ഈ പള്ളിയിലും തന്നെ പല റമളാനിന് മുമ്പായി തന്നെ പല ദർസുകൾ വരുന്നുണ്ട്. അതിനെല്ലാം ഇരുന്ന് പഠിക്കുക.
ഇത് ബുദ്ധിയുള്ള ഒരു മുഅ്മിനിന്റെ അടയാളമാണ്. മുൻഗാമികൾ ഇതിൽ ശ്രദ്ധ പുലർത്തിയിരുന്നു. ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ഇത്തഫഖൽ അഇമ്മതു അലാ അന്നൽ മആസിയ വൽ മുഹറമാത് തുദഇഫു അജ്റ സിയാം. ഇമാമുമാർ അവർ ഏകോപിച്ചിട്ടുണ്ട്, ഹറാമുകൾ നോമ്പിന്റെ പ്രതിഫലത്തിൽ കുറവ് വരുത്തുമെന്നത്. നോമ്പ് ബാത്തിലാക്കുന്ന കാര്യങ്ങളല്ലാത്ത ഹറാമുകൾ അത് നോമ്പിന്റെ പ്രതിഫലത്തിൽ കുറവ് വരുത്തുമെന്നത്. ഉദാഹരണം, അനാവശ്യമായി നാവിനെ അഴിച്ചുവിടുക, ഗീബത്തും നമീമത്തും പറയുക. നാവിന്റെ കാര്യത്തിൽ പ്രത്യേക മുൻഗാമികൾ ശ്രദ്ധ പുലർത്തിയിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം സ്വഹാബിമാരെ സംബന്ധിച്ച് പറയാറുണ്ട്, അവർ പള്ളിയിൽ തന്നെ ഇരിക്കാറുണ്ടായിരുന്നു. പള്ളിയിൽ ഇരിക്കുന്നതിന്റെ പല ഉദ്ദേശങ്ങളിൽ ഒരു ഉദ്ദേശം നഹ്ഫദു അൽസിനതന, നമ്മുടെ നാവ് നമുക്ക് സംരക്ഷിക്കാം, നമ്മുടെ നാവ് നമുക്ക് സംരക്ഷിക്കാം. അങ്ങാടികളിൽ ഇരുന്നാൽ അല്ലെങ്കിൽ ചായക്കടയിൽ ഇരുന്നാൽ ഗീബത്തിന്റെയും നമീമത്തിന്റെയും കൊട്ടയുമായി തന്റെ അടുക്കലേക്ക് വരുന്നവനെ സംബന്ധിച്ച് അവർക്ക് ഭയമായിരുന്നു. എന്നാൽ സഹോദരങ്ങളെ, കഷ്ടകരമെന്ന് പറയട്ടെ, നമ്മുടെ പള്ളികളിൽ പോലും സംസാരത്തിൽ ചില ആളുകളെങ്കിലും ശ്രദ്ധ പുലർത്താറില്ല. ഗീബത്തും നമീമത്തും പള്ളികൾക്കകത്ത് തന്നെ കാണാവുന്ന ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് എന്റെ സഹോദരന്മാരെ, സ്വാലിഹീങ്ങൾ വരെ പെട്ടുപോകുന്ന ഒരു വൻ പാപമാണിത്. അതുകൊണ്ട് സംസാരിക്കുന്ന ആൾ മൂന്നാമതൊരാൾ ഒരു വ്യക്തിയെ നിന്റെ മുമ്പിലേക്ക് അല്ലെങ്കിൽ സംസാരത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ നിമിഷം മുതൽ നീ ശ്രദ്ധ പുലർത്തിക്കൊള്ളുക. അവന്റെ 1000 മദ്ഹുകളായിരിക്കും ആദ്യം പറയുക. അതിനിടയിലൂടെ ഒരൊറ്റ പോരായ്മ, അവൻ വെറുക്കുന്ന ഒരു കാര്യം പറഞ്ഞാൽ അല്ലാഹു ഹറാമാക്കിയ ഗീബത്തിൽ പെട്ടുകഴിഞ്ഞു. ഒരു മുഅ്മിനിന്റെ അഭിമാനം, ഒരു മുസ്ലിമിന്റെ അഭിമാനം നമ്മെ സംബന്ധിച്ചത് നിസ്സാരമായി ആയേക്കാമെങ്കിലും അല്ലാഹു അതിന് വലിയ പവിത്രത കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, അവസാന പ്രസംഗത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം നിങ്ങളുടെ രക്തം പവിത്രമാണ്, നിങ്ങളുടെ അഭിമാനം പവിത്രമാണ്, ഈ ദിവസത്തിന്റെ പവിത്രത പോലെ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഒരു മുഅ്മിനിന്റെ അഭിമാനം അത് നമുക്ക് നിസ്സാരമാണെന്ന് തോന്നിയേക്കാമെങ്കിലും അല്ലാഹു അത് നിസ്സാരമായി എടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ കാര്യം ശ്രദ്ധിക്കുക. നാവ് റമദാനിൽ കൂടുതൽ അപകടമാണ്. മറ്റു സമയത്തും ഈ പറഞ്ഞ കാര്യം അത് ഹറാമാണെങ്കിലും റമദാനിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട വിഷയമാണ്. അങ്ങാടികളിലെ ഇരുത്തം ആവശ്യത്തിന് അല്ല, അത്യാവശ്യത്തിന് മാത്രമാക്കി പള്ളികളിൽ തന്റെ സമയം ചിലവഴിക്കാൻ ശ്രദ്ധിക്കുക. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖുതുബയിൽ ആഖിറത്തിനെ സംബന്ധിച്ച് ഓർമ്മിപ്പിക്കാറുണ്ടായിരുന്നു. ഒരു മുസ്ലിം സദാസമയം ആഖിറത്തിനെ സംബന്ധിച്ച് ആ ഒരു ചിന്തയിലായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ ജഅലൽ ഹുമൂം മഹമ്മൻ വാഹിദ, ആരാണോ ഒരാളുടെ മുഖ്യ പ്രശ്നം, അവന്റെ പ്രധാന പ്രശ്നം അത് ആഖിറത്താക്കി മാറ്റുന്നത്, കഫാഹു അല്ലാഹു ഹമ്മ ദുനിയാ, അവന്റെ ദുനിയാവിന്റെ പ്രശ്നത്തിന് അല്ലാഹു മതിയായവനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ പ്രധാന പ്രശ്നം, പ്രധാന വിഷയം അത് ആഖിറത്താക്കി മാറ്റുക. അവനവനോട് ചോദിക്കുക, എന്താണ് എന്റെ പ്രധാന പ്രശ്നം? അത് ആഖിറത്താണെങ്കിൽ, അല്ല അത് ദുനിയാവ് ആണെങ്കിൽ നീ അത് ആഖിറത്താക്കി മാറ്റുക. അത് നീ ചെയ്താൽ ഒരു പക്ഷേ നീ ഈ പള്ളി കഴിഞ്ഞ് ഇറങ്ങുന്നത് ആദ്യമേ ഉദ്ദേശിച്ച സ്ഥലത്ത് നിന്നും ആ തീരുമാനം വരെ നീ മാറ്റിയേക്കാം. നിന്റെ പദ്ധതികൾ മുഴുവനായി ഒരുപക്ഷെ നീ മാറ്റിയേക്കാം. അതുകൊണ്ട് അവനവനോട് തന്നെ ചോദിക്കുക, എന്താണ് എന്നെ അലട്ടുന്ന പ്രധാന പ്രശ്നം? പ്രധാനമായി ഞാൻ ശ്രദ്ധ കൊടുക്കുന്ന വിഷയം എന്താണ്? ദുനിയാവാണോ അതോ ആഖിറത്താണോ? ആ ഹദീസിന്റെ ബാക്കി നമുക്ക് കാണാം. നേരെ മറിച്ചാണ് ഒരാളുടെ അവസ്ഥയെങ്കിൽ ദുനിയാവാണ് അവന്റെ പ്രധാന പ്രശ്നം, അവന്റെ ചിന്ത, ഇരുത്തം, കിടത്തം, അവന്റെ ഉറക്കം കെടുത്തുന്നത് ദുനിയാവാണെങ്കിൽ അല്ലാഹു ദാരിദ്ര്യത്തെ അവന്റെ ഇരു കണ്ണുകൾക്ക് മുൻപിൽ കൊണ്ടുവരുന്നതാണ്. എത്ര ഉണ്ടെങ്കിലും ഇല്ലാതാകുമോ? തീർന്നു പോകുമോ? എന്താക്കും? ഇന്ന രോഗം വന്നാൽ എന്ത് ചെയ്യും? ഇത്ര ലക്ഷം ചികിത്സക്ക് ആവശ്യം വന്നാൽ എന്ത് ചെയ്യും? പണം പൂഴ്ത്തി വെച്ച് അവന് പൂതി മാറുകയില്ല. അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. ദുനിയാവ് അവന്റെ നെഞ്ചിലേറ്റിയ കാരണത്താൽ റബ്ബ് നൽകിയ ശിക്ഷയാണത്. അങ്ങനെ ഒരുവൻ ചെയ്താൽ അവന്റെ കാര്യങ്ങളെല്ലാം അല്ലാഹു ചിതറിച്ചു കളയും. എന്നാൽ നേരെ മറിച്ചാണെങ്കിൽ ദുനിയാവ് അല്ല, മറിച്ച് ആഖിറമാണ് അവന്റെ പ്രധാന പ്രശ്നമാക്കി അവൻ മാറ്റിയതെങ്കിൽ, അതിനു വേണ്ട പരിഹാര മാർഗങ്ങൾക്കാണ് അവന്റെ ജീവിതം ഓരോ നിമിഷവും വിനിയോഗിക്കുന്നതെങ്കിൽ അവൻ പോലും അറിയാതെ, അവൻ പോലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ അല്ലാഹു അവന്റെ കാര്യങ്ങളെ നേരെയാക്കുന്നതാണ്. ഈ ഒരു യാഥാർത്ഥ്യം, ആരാണോ അല്ലാഹുവിനെ തഖ്വ ചെയ്യുന്നത്, ആരാണോ ഹറാമുകൾ ഉപേക്ഷിക്കുന്നത്, ആരാണോ അല്ലാഹുവിന്റെ അടുക്കലേക്ക് മുന്നിട്ട് ചെല്ലുന്നത്,
ഇജ്അൽ ലഹു മഖ്റജ, അവനൊരു പോംവഴി അല്ലാഹു ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. എത്ര മുട്ടിയാലും തുറക്കാത്ത ആ വാതിൽ അല്ലാഹു തുറന്നു കൊടുക്കുന്നതാണ്. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ പ്രതീക്ഷിക്കാത്ത വിധം അവൻ അല്ലാഹു റിസ്ക് നൽകുന്നതാണ്. അതിപ്പോ എങ്ങനെയായിരിക്കും? അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞത്, നിനക്ക് അറിയില്ല, നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല, നീ പോലും അറിയാത്ത വിധത്തിൽ. നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന ആദ്യമാണ്, അതെങ്ങനെയായിരിക്കും നടക്കുക? അതുകൊണ്ടാണ് അള്ളാഹു പ്രത്യേകം പറഞ്ഞത്, നീ ധരിക്കാത്ത വിധത്തിൽ, നിനക്ക് മനസ്സിലാകാത്ത വിധത്തിൽ, നീ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ അള്ളാഹു നിനക്ക് റിസ്ക് എത്തിച്ച് നൽകുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തഖിൽ മഹാരിം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, അള്ളാഹു വെച്ച അതിർത്തികളെ, അള്ളാഹു വെച്ച അതിർവരമ്പുകളെ സൂക്ഷിക്കുക, ഹറാമുകളെ സൂക്ഷിക്കുക, എങ്കിൽ തകുൻ അബദന്നാസ്, അള്ളാഹുവിനെ ഏറ്റവും നന്നായി ഇബാദത്ത് ചെയ്യുന്ന ആളായി നിനക്ക് തീരാൻ കഴിയും. വർള ബിമാ ഖസമ അല്ലാഹു ലക്, അള്ളാഹു നിനക്ക് വീതം വെച്ച് തന്നത് എന്താണോ ഈ ദുനിയാവിൽ, അതിൽ നീ തൃപ്തി അടയുക. അങ്ങനെയെങ്കിൽ തകുൻ അഗനന്നാസ്, ഏറ്റവും ഐശ്വര്യമുള്ള ആളായി നീ തീരും. അതുകൊണ്ട് അള്ളാഹു തന്നത് എന്താണോ, അള്ളാഹു നിനക്ക് നിശ്ചയിച്ചു തന്ന അവസ്ഥ എന്താണോ, സാമ്പത്തികമാവട്ടെ, ശാരീരികമായുള്ള നിന്റെ രൂപഘടനയാവട്ടെ, മറ്റെന്ത് കാര്യമാവട്ടെ, നിന്റെ ഇണയാകട്ടെ, അള്ളാഹു നിശ്ചയിച്ചു തന്ന എന്താണോ അതിൽ നീ തൃപ്തി അടയുക. തൃപ്തി അടയുന്ന ഒരു ഹൃദയം നിനക്കുണ്ടെങ്കിൽ ദുനിയാവിലെ രാജാക്കന്മാരും നീയും ഒരുപോലെയാണ്. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഒരു കവിതയിൽ കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ആഖിറത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധയിലാവല്ലേ. എന്റെ മുസ്ലിം മക്കളെ, പ്രത്യേകിച്ചും പുതുതലമുറയിലുള്ള മക്കളെ, ആഖിറത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ സംശയത്തിലാവല്ലേ. അല്ലാഹു പറഞ്ഞില്ലേ, വഖാലു ഇദാ കുന്നാ ഇളാമൻ വറുഫാതൻ അഇന്നാ ലമബ്ഊസൂന ഖൽഖൻ ജദീദ. സത്യനിഷേധികൾ പറയും, മരിച്ച് എല്ലായി നുരുമ്പിപ്പോയാൽ വീണ്ടും ഒരു പുതിയ സൃഷ്ടിയായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നോ. അവരോട് പറയാനായി അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു പറയുന്നു, ഖുൽ കൂനു ഹിജാറതൻ ഔ ഹദീദ, അവർ കല്ലോ ഇരുമ്പോ ആയിക്കൊള്ളട്ടെ, ഔ ഖൽഖൻ മിമ്മാ യക്ബുറു ഫീ സുദൂരിക്കും, അല്ല അവരുടെ മനസ്സിൽ ഒരു വലിയ സൃഷ്ടി, മനുഷ്യനേക്കാൾ വലിയ ഒരു സൃഷ്ടി എന്താണോ ആവാൻ കഴിയുക, അതവർ ആയിക്കൊള്ളട്ടെ. ഫസയഖൂലൂന മൻ യുഈദുന, എന്നിട്ട് അവർ പറഞ്ഞുകൊള്ളട്ടെ, ആരാണ് ഞങ്ങളെ പുനരുജ്ജീവിപ്പിക്കുക. നീ മനുഷ്യനായിക്കൊണ്ട് ഈ വർത്തമാനം പറയണ്ട, മറിച്ച് നിന്റെ മനസ്സിൽ ഏതൊരു സൃഷ്ടിയാണോ നിനക്ക് ആവാൻ കഴിയുക, നിന്നേക്കാൾ ശക്തിയുള്ള, നിന്നേക്കാൾ എല്ലാത്തിലും മെച്ചപ്പെട്ട ആ ഒരു സൃഷ്ടി നീ ആയിക്കൊള്ളുക. എന്നിട്ട് ഈ പറഞ്ഞ വർത്തമാനം ആ സമയത്ത് നീ പറ, ആർ എന്നെ തിരിച്ചു കൊണ്ടുവരും മരണമടഞ്ഞാൽ, മണ്ണായി കഴിഞ്ഞാൽ, മണ്ണിൽ അലിഞ്ഞാൽ ആർ തിരിച്ചു കൊണ്ടുവരുമെന്ന ചോദ്യം നീ അപ്പോൾ ചോദിക്ക്. അപ്പോഴും ഉത്തരം എന്ത് തന്നെയാണ്? ഖുലില്ലദീ ഫതറക്കും, പറഞ്ഞു കൊടുക്കുക, അല്ലദീ ഫതറക്കും അവ്വല മറ, ആദ്യ തവണ നിന്നെ സൃഷ്ടിച്ച അല്ലാഹു തന്നെ ആ കാര്യം ചെയ്തുകൊള്ളും. അതുകൊണ്ട് ആഖിറത്തിന്റെ കാര്യത്തിൽ, മരണശേഷം ജീവിക്കുമോ എന്ന കാര്യത്തിൽ നീ ബേജാറാവേണ്ടതില്ല. ആ കാര്യം അല്ലാഹു ചെയ്തുകൊള്ളും. ആദ്യ തവണ ചെയ്തൊരു കാര്യം ഒന്നുകൂടെ ആവർത്തിക്കുക എന്നത് മനുഷ്യരിലെ ദുർബലനായ ഒരു ചെറിയ കുട്ടിക്ക് പോലും സാധ്യമാകുന്ന കാര്യമാണ്. ഈ ഒരു കാര്യത്തെ അല്ലാഹു റബ്ബുൽ ആലമീൻ, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹുവിന് അത് ആ ഒരു കാര്യം ആവർത്തിക്കുക എന്നത് സാധ്യമല്ല എന്നാണോ നീ വാദിക്കുന്നത്? ഒരിക്കൽ ചെയ്ത കാര്യം ഒന്നുകൂടെ ആവർത്തിക്കുക എന്നത്? സഹോദര, ബുദ്ധിയുണ്ടെങ്കിൽ, അഹങ്കാരം കൽബിൽ പറ്റിപ്പിടിച്ചു കിടക്കുന്നില്ല എങ്കിൽ ആഖിറത്തിന്റെ കാര്യം നിഷേധിക്കാൻ ഒരാൾക്ക് സാധിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കൽ കൂടെ ആ കാര്യം നിന്നെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിവുള്ളവനാണ് എന്ന ഈ ബോധ്യം അതൊരിക്കലും ഒരു മുഅ്മിൻ നിഷേധിക്കുകയില്ല. അവർക്ക് മറുപടിയായിട്ട് ഖുലില്ലദീ ഫതറക്കും അവ്വല മറ, ആദ്യ തവണ അവരെ സൃഷ്ടിച്ച അവൻ തന്നെ അവരെ പുനരുജ്ജീവിപ്പിച്ചുകൊള്ളുമെന്ന് പറയാൻ അല്ലാഹുവിന്റെ റസൂലിനോട് കൽപ്പിക്കുകയാണ്. ഫസയുൻഇദൂന ഇലൈക റഊസഹും, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിഷേധികൾ അങ്ങ് അംഗീകരിക്കുമോ? ഇല്ല. കളിയാക്കലും പുച്ഛിക്കലും നിസ്സാരവൽക്കരിക്കലും എല്ലാ കാലഘട്ടത്തിലെയും നിഷേധികളുടെ പൊതു സ്വഭാവമാണ്. ഫസയുൻഇദൂന ഇലൈക റഊസഹും, തല അനക്കിക്കൊണ്ട് അവരിങ്ങനെ പറയും, യഖൂലൂന മതാഹു, എപ്പോഴാണത്? നീ പറയുന്ന ഈ സമയം, അന്ത്യസമയം എന്നാണ്? ഖുൽ അസാ അൻ യകൂന ഖരീബ, നീ പറഞ്ഞുകൊള്ളുക, അത് ഈ അടുത്ത് തന്നെയുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുനിയാവ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. തലമുടികൾ നരക്കാറാകുമാറായിരിക്കുന്നു, തൊലികൾ ചുക്കിച്ചുളിയുമാറായിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുനിയാവ്
അള്ളാഹുവിനെ കണ്ടുമുട്ടൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനായി ഒരുങ്ങിക്കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കണ്ടുമുട്ടുന്ന ദിവസം ഏറ്റവും സന്തോഷമുള്ള ദിനമാക്കി നമുക്ക് തീർക്കുമാറാവട്ടെ. هذا والله تعالى أعلم بالصواب. صلى الله وسلم وبارك على نبينا محمد. الحمد لله رب العالمين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم بلغنا رمضان. اللهم وفقنا في القيام والصيام ولجميع مرضاتك يا رب العالمين. الحمد لله رب العالمين.